വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ബാംഗ്ലൂർക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരുന്നതാണ്. ഇറങ്ങാൻ നേരമായപ്പോഴത്തേനും ഇതാണ്ട് വണ്ടിക്ക് ചെറിയൊരു പണി വന്നു. എന്ത് പറ്റി? എന്ത് പറ്റി? 5 മണിക്ക് ബാംഗ്ലൂർ പോകാൻ ബാറ്ററി ഓഫായിപ്പോയി. ഇവിടെ വെച്ച് ഓഫായത് കൊണ്ട് വന്നേ. വഴി വെച്ചായിരുന്നെങ്കിൽ നമ്മൾ കുറേ പണി വെട്ടാനെ. നമ്മൾ പോകുന്ന കാടും വീടും എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. ബാറ്ററി എന്താ ഇപ്പോൾ ഓഫായേ? 2 വർഷം ആകുമ്പോഴത്തേനും ഓഫ് ആവുമോ ബാറ്ററി? 24 വർഷം ഗ്യാരണ്ടി ഉള്ളൂ. 2 വർഷം തന്നെ ഓടിയതന്നെ മതി. 24 മാസമോ? 24 മാസം. 24 വർഷം. താങ്ക് യു സോ മച്ച്. അല്ല ഇതിനകത്ത് ഇതിൻ്റെ ഇത് രാവിലെ ഇതുപോലെ ബാറ്ററി കടയിലൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഡിവൈൻ ബാറ്ററി ഹൗസ് എന്ന് പറഞ്ഞ ആ ഷോപ്പിൽ നിന്നും ഈ ചേട്ടൻ പെട്ടെന്ന് വന്നു കേട്ടോ. ചേട്ടൻ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ വിളിച്ചു കഴിഞ്ഞൊരു അരമണിക്കൂറിനുള്ളിൽ ചേട്ടൻ വന്നു. ഈ ബാറ്ററിയൊക്കെ സെറ്റാക്കി നമുക്ക് തന്നു. അപ്പോൾ ചേട്ടൻ പോയി. ഇനി നമുക്ക് പോവാം. ഓക്കെ, ഗെറ്റ് റെഡി. എല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ കൈയൊന്നും കഴിക്കട്ടെ, ചാടി നിൽക്കുക പോകാൻ വേണ്ടി. ഇന്നിപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പാലക്കാട് കോയമ്പത്തൂരുള്ള ആ റോഡിൽ കൂടെയാണ് ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്ഥിരം എപ്പോഴും കയറുന്നൊരു സ്ഥലമാണിത്. ഈ വഴിക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഈദൻസ് ആപ്പിൾ എന്ന് പറഞ്ഞ് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡാണ് ഇവിടുത്തെ. നമ്മൾ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ ഫുഡായിട്ടുണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിനും നല്ല സൗകര്യമുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷ് കറി മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലജു ആണെങ്കിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ ചിക്കൻ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മീൽസിൻ്റെ കൂടെ ഞങ്ങൾക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നത് ചക്കപ്പായസമായിരുന്നു കേട്ടോ. അപ്പം അതും ചക്കപ്പായസം എക്സ്ട്രാ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലജോയ്ക്കും കൂടെ വേണ്ടി. നല്ല ചക്കപ്പായസമായിരുന്നു ഇവിടുത്തെ. അങ്ങനെ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര തുടർന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളന്ന് ചെറിയൊരു ചായ കുടിച്ചിട്ട് ഇനി യാത്ര തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ചെറിയൊരു കടയിൽ കയറിയതാണ്, ടോളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഫിൽറ്റർ കോഫി കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫിൽറ്റർ കോഫി മതി എന്ന് പറഞ്ഞുകൊണ്ട് ചായ മാറ്റി ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഫിൽറ്റർ കോഫി കുടിച്ചു. ഫിൽറ്റർ കോഫി സൂപ്പർ. ഞങ്ങൾ ഫിൽറ്റർ കോഫി കുടിക്കാൻ വന്നു. ഫിൽറ്റർ കോഫി കോപ്പർ കപ്പിനകത്ത് കുടിക്കാം. സൂപ്പർ. ഞാനും ഫിൽറ്റർ കോഫി കുടിച്ചു കഴിഞ്ഞു. വണ്ടി ഓടിച്ച് മടുത്തോ? ഞാൻ വണ്ടി ഓടിച്ച് മടുക്കാൻ. ഞങ്ങൾ ചെറിയൊരു കടയിലാട്ടോ എന്ന് അല്ല, ചെറിയൊരു കടയിൽ. ഇപ്പം നമ്മൾ ചോള് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയതാ അല്ലേ? അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. സന്ധ്യ ആവാറായപ്പോഴത്തേനും ഇതാ പതുക്കെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം ഉണ്ടായിരുന്നു ഈ ഒരു മഴ, ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്താറായപ്പോഴത്തേനും രാത്രി ആയപ്പോഴാണ് എത്തിയത്. ഏകദേശം 10-11 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് യാത്ര ചെയ്ത് പാലായിൽ നിന്നും ബാംഗ്ലൂർ വരെ എത്താനായിട്ട്. പിന്നെ ഇത്രയും ട്രാഫിക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടെന്ന്. പ്രത്യേകിച്ചും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഓഫീസ് വിടുന്നൊരു സമയം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ റൂം. ഒരു 2-3 ദിവസം മാത്രമാണ് ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് താമസിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. രാത്രി ഞങ്ങൾ ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ ഒരു ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കന്നഡ സ്റ്റൈലൊരു ബിരിയാണിയാണ്. അതിന് കൂടെ തന്നെ നമ്മളൊരു തായ് ചില്ലി ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പായിരുന്നു. രണ്ടും നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ കാപ്പി കുടിക്കാൻ വന്നതാണ്. വലിയ നെയ് റോസ്റ്റായിരുന്നു ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, വലിയ നെയ് റോസ്റ്റ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് A2B എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. നല്ലതായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല പൂരിയായിരുന്നു. ഞാൻ മറ്റേ നെയ് റോസ്റ്റ് ആയിരുന്നു വലിയത്. എൻ്റെ പൊന്നെ, വലിയ ഗീ റോസ്റ്റ്.
നമുക്ക് രണ്ടുപേർക്കും കിടക്കാൻ മാത്രം ഉണ്ടായിരുന്നു ആ പാ പോലെ. വലിയതായിരുന്നു, ഭയങ്കര വലിയതായിരുന്നു. അത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. നമ്മളത് A2Bയിലാണ് കേട്ടോ. A2Bയിലാണ് കയറിയത്. നല്ല റെസ്റ്റോറൻ്റ് ആണ്, വെജാണ്. കാണാം ഒരു വെള്ള ഇത് എപ്പോഴാന്ന് തോന്നുന്നു. അതെ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പാലായിലെത്തി. ഞങ്ങൾ വരുന്ന വഴിക്ക് ഈവനിങ് ഞങ്ങളിവിടെ കപ്പ ബിരിയാണിയും അതുപോലെ കപ്പയും മീൻ കറിയും ബീഫും ഒക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരുപാട് വിഭവങ്ങളുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം.